നമ്മുടെ അയൽ രാജ്യമായ ശ്രീലങ്കയോട് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമുണ്ട് നമ്മുടെ രാജ്യത്ത്. തമിഴ്നാട്ടിലെ രാമേശ്വരത്തിനടുത്തുള്ള ധനുഷ്കോടി. അവിടേക്കാണ് ഇന്ന് യാത്ര പോകുന്നത്. ധനുഷ്കോടിയിലേക്ക് പോകാനുള്ള ബസ്. ധനുഷ്കോടി അരിച്ചൽ മുനൈ. ധനുഷ്കോടി മുന്നിൽ സീറ്റ് ഉണ്ടെങ്കിൽ മുന്നിൽ ഇരിക്കാം, ഇവിടെ ഇരിക്കാം. രാമേശ്വരം ക്ഷേത്രത്തിന്റെ തൊട്ട് മുന്നിൽ നിന്നാണ് ധനുഷ്കോടിയിലേക്ക് പോകാനുള്ള ബസ് കിട്ടുക. ഒരാൾക്ക് ധനുഷ്കോടിയിലേക്ക് വന്ന ടിക്കറ്റ് ചാർജ് 30 രൂപയാണ്. 22 കിലോമീറ്റർ ഉണ്ട് യാത്ര ചെയ്യാൻ. ധനുഷ്കോടിയിലേക്ക് പോകുന്ന വഴിയിലെ കാഴ്ചയാണ്. രണ്ട് ഭാഗത്തും കടലാണ്. കടലിന്റെ നടുഭാഗത്തൂടെയാണ് റോഡ്. കൊച്ചി ധനുഷ്കോടി ഹൈവേ ആണ്. NH 49. ഇവിടെ വരെയാണ് ബസ് വരിക. ധനുഷ്കോടിയുടെ അവസാന ഭാഗം ഇതാണ്, അരിച്ചൽ മുനൈ. അശോക സ്തംഭമൊക്കെ ഇവിടെ കാണാം. ഇവിടെ നിന്ന് വളരെ അടുത്താണ് ശ്രീലങ്ക. അത് കുറച്ചുകൂടെ മുന്നിലേക്ക് പോയിട്ട് നമുക്ക് കാണാം. അവിടെ പോയാൽ നല്ല രീതിയിൽ തന്നെ രാമസേതുവിൻ്റെ കാഴ്ച കൂടെ കാണാം. ഇവിടം വരെ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. തൊട്ട് മുന്നിലായി രാമസേതു കാണാം, അഥവാ ആദംസ് ബ്രിഡ്ജ്. തലൈമന്നാർ ശ്രീലങ്കയൊക്കെ അങ്ങവിടെയാണ്. നേരെ രാമസേതു ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങ് ഇങ്ങനെ വളഞ്ഞ് നേരെയാണ് പോകുന്നത്. ഇവിടുന്ന് നമുക്ക് ഈ ഒരു ഭാഗമില്ലേ, ഇതാ ഇത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇവിടുന്ന് ഇങ്ങനെ അതുവഴി അങ്ങനെ പോകും. അതായത് ആ ഭാഗത്തേക്ക് നേരെയാണ് ശ്രീലങ്ക. അന്ന് തലൈമന്നാറിൽ പോയ സമയത്ത് ഞങ്ങൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതേ സമയത്ത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് എത്ര ആൾക്കാർ ഈ ഒരു കാഴ്ച കാണുന്നുണ്ടാവും. അതായത് ഇന്ത്യയിൽ നിൽക്കുമ്പോൾ ശ്രീലങ്കയെ നോക്കും, ശ്രീലങ്കയിൽ നിൽക്കുമ്പോൾ ഇന്ത്യയെ നോക്കും. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു വെറൈറ്റി അനുഭവം തന്നെയാണ്. കാരണം കുറച്ച് ദിവസം ആയതേ ഉള്ളൂ ശ്രീലങ്കയിൽ നിന്ന് വന്നിട്ട്. അവിടെ നമ്മുടെ തലൈമന്നാർ, ആ ഒരു ബസ് സ്റ്റോപ്പ്, അവിടെയുള്ള ചേട്ടന്മാർ, അവിടെയുള്ള ആ ഒരു ഓട്ടോയിലാണ് ആ ഒരു രാമസേതു കാണാൻ വേണ്ടി പോയത്. ആ അനുഭവങ്ങളൊന്നും അത്ര പെട്ടെന്നൊന്നും നമുക്ക് മറക്കില്ല. എന്തായാലും ഈ നല്ലൊരു കാഴ്ച ഇവിടെ വന്നാൽ നമുക്ക് കാണാം. കടലിനൊക്കെ നല്ല ശക്തിയുണ്ട്. ഇതാ